അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ക്യാമറ ഇല്ല കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വ്ളോഗ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ മെയിനായിട്ട് നമ്മൾ താമരപ്പൂ പിച്ചാൻ പോവുകയാണെന്ന് വീഡിയോ ആണ് കാണുന്നത്. അവിടെ കുളവാഴ വെച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒരാൾ. പക്ഷെ ഇത് എങ്ങനെയൊന്ന് സെറ്റ് ഓക്കെ അപ്പം ഇങ്ങനെ സെറ്റാവാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പേടിയുണ്ട് കേട്ടോ, ചേരയുണ്ടോ നല്ല പേടിയുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോഴാണോ ബുദ്ധി തോന്നിയെന്ന് വിചാരിക്കരുത്. കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം എന്തായാലും എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നതുകൊണ്ട് അവിടെ നല്ല ബഹളം നടക്കുന്നൊരു വീട്ടിൽ. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് തുടങ്ങിയാൽ അയ്യോ അവിടെ നല്ല വഴക്ക് നടക്കുന്നുണ്ട് ഗൈസ്. നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ താമരപ്പൂ വിച്ചുന്ന വീഡിയോയും പിന്നെ ഈ പ്രകൃതി അങ്ങോട്ട് പോകാൻ ഞാൻ പോകുന്നത് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ എന്ത് ഓർമ്മ വരുമെന്നറിയാവോ? ഒരു സിനിമയ്ക്കകത്ത് ദിലീപ് ഇങ്ങനെ കിടക്കുമല്ലോ, ഒരു പെണ്ണിന് ഇങ്ങനെ പുറത്തൂടെ കയറി ഇങ്ങനെ പോകാൻ വേണ്ടി. അങ്ങനെ അത് ഒരു പെണ്ണിന് നടിക്കാൻ നടിയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അതങ്ങാണ്ട് നടി അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ നാട് ഇത് കണ്ടോ, നമ്മുടെ ഇവിടെയുള്ള കൊച്ചുങ്ങൾ കെട്ടിയതാണ്. ഇതിൻ്റെ ഒരു പേര് പറയായിരുന്നല്ലോ, മറന്നുപോയി. അതുപോലെ അവിടെ നിന്ന് ഒരാൾ നടന്നിരുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും താമര ഉണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളോട് നിൽപ്പുണ്ട്, അവിടെ ആൾ വരുന്നുണ്ട്. അവിടെ അതിഷ്ടപ്പെട്ടു അടുത്ത് പോയി എടുക്കാൻ പറ്റും. ഇപ്പോൾ എടി ഇതിൻ്റെ പേര് ഞാനങ്ങ് മറന്നു പോയി. ഏർമാടം കിട്ടി. ഏർമാടം കണ്ടോ, എല്ലാം വളഞ്ഞു പൊളഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ ഇത് കെട്ടിയ സമയത്തൊന്നും വരാനുള്ള സമയം എനിക്കില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഒടിഞ്ഞ ആഴ വീഴുക. അതാണ്ട് ഒരാൾ വലിഞ്ഞു പറിച്ച് കയറുന്നു. അയ്യോ, കയറുമ്പോൾ തന്നെ നല്ല സൗണ്ട് ഉണ്ട്. കുഞ്ഞ് മുട്ട നിൽക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ പിച്ചാൻ തോന്നുന്നില്ല. പിച്ചണ്ട, കുഞ്ഞ് വെറും കുഞ്ഞല്ല, അത് വിരിഞ്ഞത് പോലുമില്ല. കണ്ട നിങ്ങൾ ഇരുന്ന് കേട്ടോ. അങ്ങ് വെയിലായാലും നെവർ മൈൻഡ്. ഇവിടെ എന്തേ ഒരു കുഞ്ഞ് മുട്ട നിൽക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, വീട്ടിൽ ഭയങ്കര അടി കേട്ടോ ഗൈസ്. അയ്യോ ഒടുക്കത്തടി അവിടെ. അയ്യോ, നമ്മളെവിടെ കളി പരിപാടി വെച്ചാലും ഇങ്ങനെ തന്നെ സംഭവം. ഒന്നെങ്കിൽ വഴക്കായിരിക്കും. എടി നിനക്ക് ഈ ഒരു സംഭവം കണ്ട് എന്തുവാ മനസ്സിലായി? ഏതാണ്ട് ഈ ഒരു സംഭവം വല്ല വെട്ട സിനിമയ്ക്ക് അത് ദിലീപ് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു നടി പുറത്തുകൂടെ പോകത്തില്ല. ഇവിടെ ഇരിക്കാൻ പറ്റും. അരിക്ക നമുക്കാണ് ഇതുവഴി കേടാൻ കേട്ടോ, നടക്കാൻ കേട്ടോ. അയ്യോ വേണ്ട, ഞാൻ നടക്കാം കൈസ്, ഞാൻ കയറാൻ. ഞാൻ അതിനൊരു കടന്നിരിക്കുന്നു. കുളവാഴയുണ്ട്, അങ്ങനെ താമരമുട്ട് ഗൈസ്. പിച്ചല്ലേ അത് പിച്ചല്ലേ, അത് തന്നെ അല്ലേ? വേണ്ട, ഒന്നും ചെയ്യണ്ട വാ. നമുക്ക് അത് കഴിഞ്ഞ് വരും. അത് വിരിയുമ്പം വരാന്ന്. എന്നാ നീ പിച്ചിക്കോ. ആ ഇല വെച്ച് നിനക്ക് എന്തോ ചെയ്യാൻ പറ്റും? ഒരു അങ്ങോട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ വയ്യ. വൈകുന്നേരം വരണം. അല്ല, അവിടെ വൈകുന്നേരം വന്നാൽ നല്ല വെയിലൊക്കെ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നാണ്ട ആമ്പല് പിച്ചാവോ? പിച്ച്. പക്ഷെ അത് നന്നായിട്ട് വിരിഞ്ഞിട്ടില്ല, കുറച്ച് ചെറുതായിട്ടേ വിരിഞ്ഞിട്ടുള്ളൂ. ഞാൻ റോസാമ്പൽ അങ്ങനെ കണ്ടിട്ടില്ല, വെള്ള ആമ്പലേ കണ്ടിട്ടുള്ളൂ. മടി അതിനകത്ത് ഇതുണ്ടടി, തൊട്ടാവാടി, അതിന് മുള്ളുണ്ട്. പെതി പിച്ചണേ. അപ്പൂസൊന്നും അല്ല. പിച്ചിക്കോ? പിച്ചുന്നില്ല. അയ്യേ, പിച്ചിക്ക്. അവിടെ ഒരു കണ്ടോ, അവിടെ ഒരു ആമ്പല് മുങ്ങി കിടക്കുന്നു. ഇതുകൊണ്ട് കണ്ട ശ്രദ്ധിച്ചു നോക്കി കാണാൻ പറ്റും. കണ്ട അവളിത് പിച്ചാന്ന് വിചാരിച്ചു. പിച്ച സൂക്ഷിച്ച് പിച്ചണേ എൻ്റെ പൊന്നുമോളെ, എനിക്ക് വയ്യ.
മണപ്പിച്ച് നോക്കട്ടെ. നല്ല മണം കേട്ടോ ആമ്പലിന്. അടിപൊളി മണമല്ലേ ആമ്പലിന്. തന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്ക. അയ്യോ താങ്ക് യു. എനിക്ക് വലിയ മണമെന്ന് തോന്നുന്നു, പക്ഷെ നല്ല മണമാ ആമ്പലിന്. ചെറിയ രീതിയിലൊരു മൈൽഡായിട്ടുള്ളൊരു ഫോട്ടോയിൽ ഇപ്പോൾ 10,000 എണ്ണം എടുത്തത്. ഇതെല്ലാം കൂടെ സ്റ്റോറേജ് തീരുമെന്ന് ആർക്ക്. നമുക്കൊരു ഡാൻസ് വെച്ചാലോ ഗായ്സ്? ഞാനൊരു ഡാൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് സിനിമയ്ക്കകത്തൊരു അങ്ങേരുടെ തലേ തേങ്ങ വീഴുന്ന ഓർമ്മ വരുന്നത്. ഓ എൻ്റെ സ്വർഗം, എൻ്റെ നാട് ഗായ്സ്. ഇത് അവിടെ ഒരാൾ പോസ് കൊടുക്കുന്നു, കാണിച്ചു തരാം. അവിടെ ഇരുന്നില്ലായിരുന്നോ? ഇരിക്കി പോയി. പക്ഷെ അങ്ങോട്ട് സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാം. പക്ഷെ അത് പിന്നെ ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് ഫുള്ള് പോകാം, അങ്ങോട്ടൊക്കെ പോകാം. അവിടെയൊക്കെ അടിപൊളി. അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ദിവസം നമുക്ക് ഇവിടെ മീൻ പിടിക്കാൻ വരുന്ന വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും കാണണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണേ. കൊടുക്കത്ത വെയിൽ, ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും അല്ലായിരിക്കും. അയ്യോ ഒറ്റ മൈന. ഇന്ന് അടി കിട്ടാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് ആ മരത്തിൻ്റെ കീഴിൽ പോയി നല്ല തണല. അവിടെ കുറേ ആൾക്കാർ എപ്പോഴും വന്നിരിക്കാറുണ്ട്, ചേട്ടന്മാരൊക്കെ. അങ്ങോട്ട് പോ, വരാം, ബാക്കിൽ കൂടെ വരാം. കണ്ണി പൊടിയും വേണം. ഓ ഇവിടെയൊക്കെ നല്ല തണല. ഇവിടെയൊക്കെ നല്ല തണല കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസം വന്നിരിക്കാൻ. ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയും കണ്ട് ഇങ്ങനെ ഇരിക്കാം. ആകാശം കണ്ടോ, ബ്ലൂ സ്കൈ. അയ്യോ വീഴല്ലേ, എനിക്ക് പേടിയാവുന്നു. ഇവിടെയും കുളമുണ്ട്. എന്നാണ്ട് ഈ മരത്തണൽ അടിപൊളി, സൂപ്പറാ. എനിക്കിവിടെ ഒരേ ഒരു ആൾക്കാരെ മാത്രമേ പേടിയുള്ളൂ, പട്ടികളെ. മനുഷ്യരെ ആണെങ്കിൽ പറഞ്ഞ് കൺവീനിയൻസ് ചെയ്യാൻ പറ്റും. പട്ടികളെ അങ്ങനെ വിടത്തില്ല. ഈ മരം, ഈ തണൽ, ഈ ഏരിയ സൂപ്പറാ. അപ്പോൾ ഞങ്ങൾ ബൈ പോവുകയാണ്. എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ, അങ്ങോട്ട് സ്ഥലം ഉണ്ട് കേട്ടോ, പക്ഷെ അങ്ങോട്ട് പോകാൻ ഈ വെയിലത്ത് പറ്റുന്നില്ല. വൈകുന്നേരം ആയിരുന്നെങ്കിൽ പോകാമായിരുന്നു. ഇപ്പം നമ്മൾ ഇത്രയും സ്ഥലമാണ് കണ്ടിരിക്കുന്നത്. അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ വീഡിയോയിൽ കാണിക്കാം. അതായിരിക്കും. ടാറ്റാ. ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്ത എന്താണെന്ന്. അപ്പോൾ ഈ എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ഥലം ഫുള്ള് കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. നിങ്ങളത് നോക്കിയേ, ആ ലെയർ കണ്ടോ? മണ്ടയ്ക്ക് കാർമേഘവും താഴെ അല്ലാത്ത നമ്മുടെ സാധാ നോർമലായിട്ടുള്ള ആകാശവും പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ അത് കാണുന്നില്ല.